ആഴത്തിൽ പെയ്തിറങ്ങിയ ജലം എവിടേക്കാണ് ഒലിച്ചു പോയത്? കൊടും വരൾച്ചയിൽ മനുഷ്യരക്തവും വറ്റുമോ? ക്ലോണിങ്ങിലൂടെ ഡോളിയെ നിർമ്മിച്ച നിങ്ങൾക്ക് വെള്ളത്തെ പെയ്തിറക്കാനാകുമെന്ന് കരുതുന്നുണ്ടോ? കൊടും വരൾച്ചയാണ് നാം നേരിടാനിരിക്കുന്നത്. ലോക ജനസംഖ്യയുടെ 1/4 ജലക്ഷാമം നേരിടുന്നു. 2050 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ പകുതിയിലധികം പേർ ജലക്ഷാമം നേരിടുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. WHO കണക്കുകൾ പ്രകാരം ഓരോ വർഷവും 5 കോടി ജനങ്ങളാണ് ജലജന്യ രോഗങ്ങളാൽ മരണപ്പെടുന്നത്. ഡേ 0 അഥവാ ജലരഹിത ദിനത്തെ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ ജനത വളരെയധികം ഭയപ്പാടോടെയാണ് കാത്തിരിക്കുന്നത്. 44 നദികളുടെ സമ്പുഷ്ടതയിൽ അഹങ്കരിച്ച കേരള ജനത വേനലിൻ്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ ജലക്ഷാമത്തെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം നിറച്ച ടാങ്കറുകൾ നമ്മുടെ നാടിൻ്റെ നിത്യ കാഴ്ചയായി മാറിയിരിക്കുന്നു. ജലവും ജീവനും തമ്മിലുള്ള ബന്ധം കണക്കിലെടുത്തു തന്നെയാണ് പ്രപഞ്ചനാഥൻ ഭൂമിയിൽ ജലത്തെ സംവിധാനിച്ചിട്ടുള്ളത്. ഭൂമിയിൽ 3/4 ജലമാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേവലം 1% മാത്രമാണ് ലഭിക്കുന്നത്. ജലം ജീവവായു പോലെ ഒഴിച്ചുകൂടാനാവാത്തതാണ്. മനുഷ്യ ശരീരത്തിൽ 70% ജലമാണെന്നിരിക്കെ ജലത്തിൻ്റെ 12% കുറവ് മരണത്തിനു പോലും കാരണമാക്കുമെന്ന് വൈദ്യശാസ്ത്രം പഠിക്കുന്നു. ശക്തമായ ജലക്ഷാമത്തിനുള്ള മുന്നറിയിപ്പുകളാണ് പരിസ്ഥിതി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജലക്ഷാമം വന്നാൽ മാത്രമേ ജലസംരക്ഷണത്തിനുള്ള ഉപാധികൾ കണ്ടെത്തൂ എന്ന നമ്മുടെ ദുശ്ശാഠ്യമാണ് ഒഴിവാക്കേണ്ടത്. ഇന്ന് നമുക്ക് സുലഭമായി ലഭിക്കുന്ന ജലം ഒരുപക്ഷെ നാളെ നമുക്ക് ലഭിക്കണമെന്നില്ല. ഒഴുകുന്ന നദിയിലാണെങ്കിലും ദുർവ്യയം അരുത് എന്ന പ്രവാചകാധ്യാപനം നമുക്കിവിടെ പാഠമാണ്. പ്രപഞ്ചത്തിൻ്റെ നാഥൻ പ്രപഞ്ചത്തിൽ എല്ലാം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ദുരുപയോഗത്തിനുള്ള ഒന്നും അവൻ ഈ പ്രപഞ്ചത്തിൽ സമ്മാനിച്ചിട്ടില്ല. ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്. ജലമാണ് ജീവൻ. സംരക്ഷിക്കാം ഓരോ തുള്ളിയും നമുക്ക് വേണ്ടി.